നിത്യ അപകടമാണ് ഇവിടെ. പലരും വന്ന് പരാതി പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെളുപ്പിനെയൊക്കെ പോകുമ്പോൾ ഇവിടെ വീഴുന്നുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ICHൽ പോകുന്നവരുണ്ട്. ആംബുലൻസുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരാതികൾ ഇവിടെ വന്ന ആൾക്കാർ പറയുന്നുണ്ട്. പൊതുസ്ഥലം ആയതുകൊണ്ട് ഞാൻ ഇതിലെ മിക്കപ്പോഴും പാസ് ചെയ്ത് പോകുന്ന ഇതുകൂടെ ഒരു അവസ്ഥ. ഇത് എത്ര കാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റം വരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. അപകടം ഉണ്ടാകുന്നതാണ് ഏറ്റവും. പക്ഷേ ഇതൊന്നും ആരും ഇവിടുത്തെ അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അനുഭവിക്കാൻ വിധിച്ചവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരെ നമ്മൾ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട് ബൈക്കിൽ വേണം. അവർ ആവശ്യത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും ഇതുപോലെ ഈ ചെടി വെള്ളത്തിലൊക്കെ വീഴുന്നത്. റീടയറിങ് ചെയ്യണമാണെങ്കിൽ ടാറെന്ന് പറയുന്ന സാധനം ഇല്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4 മാസത്തിനപ്പുറം ഇവർ ചെയ്യുന്ന ടാറിങ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ പുല്ല് പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥ നേരത്തെ ഫുള്ള് ടാറാണ് റോഡ്. ആ പുല്ല് ചെത്തു അവിടെ. നമുക്ക് നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇപ്പോൾ 2 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പം മഴ സമയമായപ്പോഴാണ് ഇത്രയും കട്ടർ കൂടിയത്. കുട്ടനാടിൻ്റെ കാവലാളായി വേമ്പനാട്ടിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. അറബിക്കടലിലെ ഉപ്പുവെള്ളം കുട്ടനാട്ടിലെ കൃഷിശേഖരം നശിപ്പിക്കാതെ കുട്ടനാടിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഈ ബണ്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്ക് കയറുന്ന വഴിയിലേക്കാണ്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ കടന്നു ചെല്ലുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ കയറ്റം ഇറങ്ങി നേരെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് തണ്ണീർമുക്കം പഞ്ചായത്തിലേക്കാണ്. അപ്പോൾ ഈ പഞ്ചായത്തിനും തണ്ണീർമുക്കവും തമ്മിൽ ഇത്രയും അടുത്ത ദൂരം, ഒന്ന് നടന്നു പോകാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ രീതിയിൽ കിടക്കുകയാണ്. സത്യത്തിൽ ഇത് ആരുടെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് കൃത്യമായൊരു ഉദ്ദേശം ആർക്കും തന്നെ ഇല്ലെന്ന് വേണം കരുതാൻ. ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ആണോ അതോ PWDയുടെ ആണോ അധികാരപരിധിയിലാണോ വരുന്നതെന്ന് ആർക്കും കൃത്യമായിട്ടൊരു അറിവില്ല എന്ന് വേണം കരുതാൻ. ഇതിപ്പോൾ 3 റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ ചേർത്തല എറണാകുളം റോഡിലേക്കാണ്. ഇത് പോകുന്നത് നേരെ ആലപ്പുഴ തിരുവനന്തപുരം റോഡ്, അതുപോലെ തന്നെ ഇത് പോകുന്നത് കോട്ടയം വൈക്കം റോഡിലേക്കാണ്. അങ്ങനെ ഈ 3 റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും വണ്ടികൾ പാസ് ചെയ്തു പോകുന്നൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഒരുപാട് റോഡുകൾ അല്ലെങ്കിൽ ഒരുപാട് വണ്ടികൾ ആ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റോഡ് ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യം, ഇത്രയും 3 റോഡുകൾ സംഗമിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്ഥലത്ത് ഈ ഒരു കോട്ടയം വൈക്കം റോഡ് ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതും പഞ്ചായത്ത് നടന്നു പോകാവുന്ന ഒരു ദൂരം മാത്രമേ ഇവിടുത്തെ ഈ തണ്ണീർമുക്കം പഞ്ചായത്തുമായിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഈ അധികാരികൾ അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുകയാണെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം പഞ്ചായത്തിനോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് തന്നെ അവിടുത്തെ റോഡ് ഇത്രയും രീതിയിൽ മോശമായി കിടക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ തന്നെ കൃത്യമായൊരു നടപടി എടുക്കേണ്ട സാഹചര്യം, അവസരം അത് ഒത്തുവരേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. കുഴികളാൽ നിറഞ്ഞ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയകരമാണ്. ഇതിലൂടെ പോകുന്ന ഓരോ വണ്ടികളും അവയുടെ ഷോക്ക് അബ്സറുകൾ ഇളവിയാണ് പോകുന്നതെന്നാണ് ഇവിടുത്തെ യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. സാധാ വണ്ടികൾ മാത്രമല്ല, ആംബുലൻസ്, സ്കൂൾ ബസ് തുടങ്ങിയ കുട്ടികളെ വഹിച്ചുകൊണ്ടും രോഗികളെ വഹിച്ചുകൊണ്ടുമുള്ള വണ്ടികൾ നിരന്തരം പോകുന്നൊരു വഴിയാണിത്. ഇതിലൂടെ പോകുന്ന സമയങ്ങളിൽ വളരെ വലിയ തരത്തിലുള്ള ദുഷ്കരമായ യാത്രയാണ് അവർക്ക് ലഭിക്കുന്നതെന്നാണ് ഇവിടുത്തെ യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് സ്ഥിരമായിട്ട് ആംബുലൻസുകൾ പോകുന്നത്, ഒരു ദിവസം 150-ലേറെ ആംബുലൻസുകൾ ഈ വഴി കടന്നു പോകാറുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അത്രയും ആംബുലൻസുകൾ കടന്നു പോകുന്ന ഈ വഴിയിൽ കൂടെ ഇത്രയും മോശമായ ഒരു റോഡ് കൂടെ ആകുമ്പോൾ ഇവിടെ ആ ആംബുലൻസിൽ കടന്നു പോകുന്ന രോഗികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയകരമാണ്. അതുമാത്രമല്ല, സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂൾ ബസ്സുകളും വലിയ രീതിയിൽ ഈ വഴിയിലൂടെ പോകുന്നുണ്ട്. ആ സമയത്തും കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയകരമായ ഒരു അവസ്ഥയാണ്. അവർക്കും വളരെ ദുർഘടമായൊരു യാത്രയാണ് ഈ റോഡ് സമ്മാനിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ജനജീവിതം ആകെ ദുസ്സഹമാക്കുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ കിടപ്പെന്ന് പറയുന്നത്. ഒരു മഴ പെയ്താൽ കുഴി ഏതാണ്, റോഡ് ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലാണെന്നാണ് ഇവിടുത്തെ ഓരോ യാത്രക്കാരും ഓരോ നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് 2 വീലർ യാത്രക്കാർക്കാണ്. അവർക്ക് മഴ സമയത്ത് ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ വെള്ളം നിറഞ്ഞ് കുഴിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതിനാൽ ഒരിക്കലും അവർക്ക് കുഴിയുടെ ആഴം തിരിച്ചറിയാനോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ടെന്ന് തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മഴ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ ബൈക്ക് യാത്രക്കാർ ഇവിടെ മറിഞ്ഞു വീഴുന്നതും അവരുടെ തല പൊട്ടുന്നതും അതുപോലെ തന്നെ അവർക്ക് അപകടം ഉണ്ടാകുന്നതുമൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്.
ഇതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിചാരി അവരുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ അധികാരികൾ തന്നെയാണ് ഇതിന് കൃത്യമായിട്ടൊരു ഒരു പരിഹാരം കണ്ടെത്തേണ്ടതും ഈ അധികാരികൾ തന്നെയാണ്. നമുക്ക് ചോദിച്ചറിയാം ഈ നാട്ടുകാരോടും അതുപോലെ തന്നെ ഈ യാത്രക്കാരോടുമൊക്കെ എങ്ങനെയാണ് ഈ റോഡ് അവരുടെ ജീവിതം ഇത്രയും ദുസ്സഹമാക്കുന്നതെന്ന്. ചേച്ചി, അപ്പോൾ എങ്ങനെയാണ് ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ? വളരെ ശോചനീയമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധം. അതിന് ബോർഡ് വെച്ചിട്ടുണ്ട്. റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ഉത്തരവാദിത്വം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പല ആൾക്കാരും വന്ന് കുഴി വീഴുന്നുണ്ട്, പലരും വന്ന് ഞങ്ങളോട് പരാതി പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരു കർണാടക വണ്ടി വന്ന് ഇവിടെ പെട്ടെന്ന് ചവിട്ടി നിർത്തിയപ്പോൾ അവർക്ക് അറിയില്ല, ഞാൻ പുറകെ വന്ന് ഇടിച്ച്. അങ്ങനെ അതുങ്ങളുടെ ഒരു 10-20,000 രൂപ വേണം ആ വണ്ടി നന്നാക്കണമെങ്കിലൊന്ന് അവർ പറഞ്ഞു പോയി. പെട്ടിവണ്ടിക്കാരൻ പിന്നെ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാരണം അയാളും മിണ്ടാതെ പോയി. കാറ് തമ്മിൽ കൂട്ടിയിടിച്ച്. അങ്ങനെ നിത്യ അപകടമാണ് ഇവിടെ. പലരും വന്ന് പരാതി പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെളുപ്പിനെയൊക്കെ പോകുമ്പോൾ ഇവിടെ വീഴുന്നുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ICHൽ പോകുന്നവരുണ്ട്. ആംബുലൻസുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പരാതികൾ ഇവിടെ വന്ന ആൾക്കാർ പറയുന്നുണ്ട്. പൊതുസ്ഥലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെ ഇത്ര ആയത്? ഈ ഒരു 2 മാസം കൊണ്ട് ഭയങ്കര ഒരു മോശം അവസ്ഥയിലാണ്. ഓട്ടോക്കാർ ഞങ്ങൾക്ക് ഓട്ടം വിളിച്ചാൽ വരികയില്ല, ഇങ്ങോട്ട് അക്കരയ്ക്ക് പോകാൻ വരികയില്ല. റോഡ് മോശമാണ്, അവിടെ വണ്ടി കേടായി പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര. ഞാനിപ്പോൾ 30 രൂപ കൊടുക്കേണ്ട പാട്ടി 40 രൂപ കൊടുത്താണ് ഞാൻ വെള്ളം കൊണ്ട് വന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി. ആംബുലൻസ് പോകുന്നതുകൊണ്ട് വളരെ സങ്കടമുണ്ട്. വെച്ചാൽ ഇതൊരു 20-25 മിനിറ്റ് എടുക്കും നമ്മൾ കായൽ കടന്ന് കോട്ടയത്ത് പോകാനായിട്ട്. അവർ പറഞ്ഞതാണ്, ആംബുലൻസിലെ ഡ്രൈവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഇത്രയും സമയം എടുത്താണ് ചേച്ചി പോകുന്നത്. ഞാൻ പറയും നിങ്ങളുമൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ റോഡിന് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾ വണ്ടിക്കാരെല്ലാവരും കൂടി ഇത് യുദ്ധകാലാടിസ്ഥാനം നന്നാക്കണമെന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും കഴിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഫോണിലൊക്കെ ഇട്ട് നിങ്ങൾ അധികാരികളെ അറിയിക്കുക. പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പഞ്ചായത്തുകാർ പറഞ്ഞ് അവർക്കതല്ല ഇതിൻ്റെ അധികാരം, ഇത് റേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന്. പക്ഷേ ഇതുവരെ അധികാരികൾ അതിന് അനുസരിച്ചുള്ള നടപടികൾ എടുത്തിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ചയായി ബോർഡ് വെച്ചിട്ട്, 2 ആഴ്ചയായി. ഇതുവരെ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ മറ്റോ ഒന്നും ഇതുവരെ വന്ന് കണ്ടില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇപ്പോൾ എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു അവസ്ഥ? 1.5 മാസമായി. ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാണ് ഇത് ഈ ഇത്രയും ഇതായത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് കാക്കനാട് വഴിയുള്ള ഗ്യാസ് വണ്ടി, ഭാരം കൂടിയ എല്ലാ വാഹനങ്ങളും ഈ മേഖലയിൽ കൂടിയാണ് പോകുന്നത്. അതാണ് റോഡ് ഇത്രയും ഈ മോശമായത്. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ ഇത് റോഡ് നന്നാക്കില്ലെങ്കിൽ അപകടങ്ങൾ കൂടും. മനുഷ്യജീവന് ആർക്കും വിലയില്ല. പക്ഷെ അവനവൻ്റെ കുടുംബത്തിന് പോകുമെന്നല്ലാതെ നോക്കി നിൽക്കുന്നവർക്ക് പലതും പറയാം. പക്ഷേ അധികാരികൾ ഇപ്പോൾ പുതിയ ഭരണസമിതി കയറിയിട്ടുണ്ട്. അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് നന്നാക്കണമെന്നുള്ള രീതിയിലാണല്ലോ ബോർഡ് വെച്ചിരിക്കുന്നത്. ആ ബോർഡ് നിങ്ങൾ ഫോട്ടോ എടുത്തൊക്കെ ഇടുക. നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. വെച്ചാൽ നമ്മൾ നിത്യയാത്രക്കാരിയാണ്, ഓട്ടോക്കാർ വരുന്നില്ല. എനിക്കതാ വിഷമം. 30 രൂപയുടെ പാട്ടി ഇപ്പോൾ 40 കൊടുത്തിട്ടും അവർ ഭയങ്കര. അവരുടെയും കുഴപ്പമില്ല, അവർക്കും ഒരു കേടായെന്നാൽ പിന്നെ ഒരാഴ്ച ഓടാൻ പറ്റുകയില്ല. അതാണ് അവർ പറയുന്നത്. ഓട്ടോക്കാരുടെയൊക്കെ അവസ്ഥ അറിയാലോ. ഒന്നാമതേ ഓട്ടമില്ല മഴക്കാലമായതുകൊണ്ട്. പിന്നെ ഒരു ഓട്ടത്തിന് 30 രൂപയുടെ 40 ഓട്ടത്തിന് വന്നാൽ അവർക്ക് 1000-2000 മുടക്കേണ്ടി വരും. 3-4 ദിവസം ഓട്ടത്തിന് പോകാൻ പറ്റുകയില്ല. ഇങ്ങനെ ഒരുപാട് പരാതികളാണ്. പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ വരിക എന്നാണ് പറഞ്ഞത്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കുതിച്ച് നമ്മൾ ഓരോ പൊങ്ങി ചാടും, നടുവും പോകും, നമ്മൾ തെറിച്ച് അടുത്ത വണ്ടിക്ക് അടിയിലേക്ക് പോകുന്ന രീതിയാണ്. ഇപ്പോൾ ആംബുലൻസ് കടന്നു പോകുന്നുണ്ട്, തുള്ളി ആംബുലൻസ് പോകുന്നുണ്ട്. പിന്നെ ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ചിലപ്പോൾ അങ്ങ് എത്തുന്നതിന് മുമ്പ് മരിച്ചു. അതേ അവസ്ഥയാണ് വരും ഈ കുലുക്കം. ഞാൻ ഇതിൽ മിക്കപ്പോഴും പാസ് ചെയ്ത് പോകുന്ന ഇത് കൂടെ ഒരു അവസ്ഥ. ഇത് എത്ര കാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാറ്റം വരുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടത് നന്നായി, താങ്ക്സ് ഉണ്ട് കേട്ടോ. അത് വളരെ നല്ല കാര്യം. ഇത് മാധ്യമങ്ങളിൽ കൂടി പൊതുജനങ്ങൾ അറിയണം. ഇത് മന്ത്രി, ഇതിൻ്റെ പൊതുമരാമത്തുകാർ ഇവരെല്ലാം അറിയണം ഇത്. അതെ, ഇത് കുഴി നടുവിൽ ഇപ്പം ഞാൻ തെറിച്ച് ഇങ്ങനെ ഇത്രയും പതുക്കെ വന്നിട്ടും കൂടെ ഇത് കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് സൈഡിലേക്ക് ഒതുക്കാൻ പറ്റില്ല. ഒരു കുഴിയിൽ നിന്ന് ചാടി നമ്മൾ ജമ്പ് ചെയ്ത് ഈ വണ്ടിക്കടിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അതിൽ സകല ദൈവത്തെയും വിളിച്ച് ഇങ്ങനെ ഒരു ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. ആഴ്ചയിൽ മുഴച്ച് ഇതുണ്ടല്ലേ. ഇതിപ്പോൾ അപ്പുറത്തെ റോഡിൽ വന്നപ്പോഴത്തേനും ഇത് തന്നെ അവസ്ഥ. ഒന്നുകൂടെ ഇത് കൂടി വരും. ഇത്രയും കാലമായിട്ട് ഇതിങ്ങനെ ഇതാരും കാണുന്നില്ലെന്ന് ഇങ്ങനെ ആലോചിച്ച് വരുമായിരുന്നു. ഇപ്പം ആ സമയത്താണ് നിങ്ങളെ കണ്ടിരുന്നത്. എന്തായാലും വളരെ നന്ദിയുണ്ട്. ഇത് കേട്ടോ, ഇത് പൊതുജനങ്ങളെ അറിയണം, ഇതിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരറിയണം.
എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ വീണ് ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ടാകും. അത് സാധ്യത കൂടുതലാണ്. അതേ ഒരവസ്ഥയാണത്. അത് 2 വീലറൊക്കെയാണ്, സ്കൂട്ടറൊക്കെയാണ് പിടിയെന്ന് മറി. അതുതന്നെ ഈ ആംബുലൻസൊക്കെ ഇത് ഇഷ്ടംപോലെ പാസ് ചെയ്ത് പോകുന്നത് ഇതിൽ. ഇഷ്ടംപോലെ വണ്ടികൾ, ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഓർക്കും ചെയ്ത് ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം ഇങ്ങനെയാകുമ്പോൾ ഇത് കണ്ടാൽ എങ്ങനെ ടൂറിസ്റ്റുകൾ ഇവിടെ വരും? ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഒരു കെൽപ്പുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അതിനുള്ള നടപടികൾ ഇങ്ങനെ വഴിയല്ലേ മെയിൻ വേണ്ടത്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ഇതിലേക്ക് എത്തിപ്പെടണ്ടേ? അത് അപ്പം വഴിയാണ് പ്രധാനം. അത് ഇവിടെ കൃത്യമായിട്ടില്ല. ഇല്ല. അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇത് ഒരു ബഹുമാനപ്പെട്ട മന്ത്രിമാരെ അവരെ ഇത് ഒരു മാധ്യമങ്ങളിൽ കൂടെ ഇത് അറിയാൻ പറ്റുള്ളൂ. പ്രതികരണം വേണം, എന്നാലേ ഇത് എന്തെങ്കിലും നടക്കുള്ളൂ. പിന്നെ ഇത്രയും കാലമായിട്ട് ഇതുപോലെ ബസ്സുകൾ, ഈ കോട്ടയം ബസ്സും ഇഷ്ടംപോലെ KSRTC എല്ലാം പാസ് ചെയ്ത് പോകുന്നതല്ലേ. ഇത്രയും നാളായിട്ടും ഇതൊന്ന് അതിൻ്റെ ഇടയ്ക്ക് ടിപ്പർ ടൂറിസ്റ്റ് ലോറികൾ ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അവർ ചെറിയ വണ്ടിയൊന്നും നോക്കത്തില്ല. ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ബൈക്കുകാർക്കും സ്കൂട്ടറുകാർക്കൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതുകൊണ്ട് ഈ കുലുക്കം കൂടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ കുലുങ്ങി ചിലപ്പോൾ ഇതിൻ്റെ വണ്ടിക്ക് അടിയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ വരും. എങ്ങനെയാണ് ഈ ബണ്ടിൻ്റെ അവസ്ഥ? വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം ചെറിയ വണ്ടിക്കാർക്ക് ഒട്ടും പോകാൻ പറ്റിയില്ല. ഓട്ടോറിക്ഷ, ഞാനിപ്പോൾ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. അപ്പോൾ അത് ഒട്ടും പോകാൻ പറ്റത്തില്ല. വലിയ വണ്ടിക്കാർ അതുപോലെ ടോർസുകളൊക്കെ ഒത്തിരി വരുന്നതാണ്. അപ്പം നമുക്ക് ചെറിയ വണ്ടിക്കാർക്കും ബൈക്കുകാർക്കൊക്കെ ഒത്തിരി അപകടം സംഭവിക്കുന്നുണ്ട് ഈ കുഴിക്കകത്ത് പാടിയിട്ട്. അതുപോലെ വണ്ടിക്കൊക്കെ ആണെങ്കിലും ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. വണ്ടിക്ക് ഒത്തിരി പണികൾ വരുന്നുണ്ട്. അതിന് മൊത്തത്തിൽ ദുരിതമാണ് ഇവിടെ. ഒരു മഴയും കൂടെ ചെയ്താൽ കുഴിയിലെ വെള്ളമൊന്നും അറിയത്തില്ല. അപ്പം ടയറുകൾക്ക് വണ്ടിക്ക് പ്ലേറ്റൊക്കെ ഒടിഞ്ഞു പോകും. ഒത്തിരി കംപ്ലൈൻറ്റുകൾ വണ്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. അധികാരികളാരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. 2 വീലർ യാത്രക്കാർക്കാണ് പ്രധാനമായിട്ടും. ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ബൈക്ക്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ, പിന്നെ ലോഡും കയറ്റി. ഇവിടെ തീരദേശ മേഖലയാണല്ലോ, പടിഞ്ഞാറൻ മേഖല. ഇവിടുന്ന് മീനുമൊക്കെ കയറ്റിക്കൊണ്ട് വരുന്നത്. എനിക്ക് മീൻ കച്ചവടമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വണ്ടി കൃത്യസമയത്ത് അവിടെ കൊണ്ട് മീൻ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ നല്ല വഴി നോക്കി അതേ സ്പീഡിൽ വരുമ്പോഴത്തേന് ഇവിടെ വന്ന് വലിയ കുഴിക്കാത്തൊരു ചാടും. മഴയാകുമ്പോഴത്തേന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി നഷ്ടം ഉണ്ടാകുന്നു, അപകടം ഉണ്ടാകുന്നതാണ് ഏറ്റവും. പക്ഷേ ഇതൊന്നും ആരും ഇവിടുത്തെ അധികാരികളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആർക്കെങ്കിലും ജീവഹാനിയോ അങ്ങനെ എന്തെങ്കിലും? അത് എനിക്കറിയത്തില്ല. എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ കല്ലറയിലാണ്. ഞാൻ ഇതിൽ എല്ലാ ദിവസവും രാവിലെ 2 നേരം പോകുന്നു. നമ്മൾ കച്ചവടം. ചേട്ടന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ ഈ റോഡിൽ സ്ഥിരം വരുന്നു. നമുക്കറിയാം, ഈ വഴിയുടെ അവസ്ഥ അറിയാം, നിങ്ങളെ കണ്ടതല്ലേ. അതുപോലെ ഈ വഴി ഒരു ലെവലല്ല. 4 വീലും ഒരു ഈ ടാറുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മൾ പെട്ടെന്ന് ചവിട്ടിയാൽ തന്നെ വഴി കിടക്കുന്നുണ്ട്, ഓളം പറ്റുന്ന രീതിയിലാണ്. നമുക്ക് വണ്ടി ഒരു ഇച്ചിരി സ്പീഡിലൊന്നും പോകാനേ പറ്റത്തില്ല. അതുപോലെയാണ് വരുന്നത്. നമ്മൾ ബ്ലോക്കായിട്ട് വണ്ടി പോകുന്ന അതേ ലെവലിലല്ലേ പോകുന്നത്. അങ്ങനെയാണ്. ചിലപ്പം ഈ ബൈക്കിലൊക്കെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ വലിയ വണ്ടിയുടെ അടിയിലോട്ടാണ് പോവുള്ളൂ. ഇതൊക്കെ ഭയങ്കര അപകടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വലിയ വാഹനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ? പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് പോലെയുള്ള വലിയ വാഹനം, ഒരു ലോഡും കയറ്റി കൊണ്ടുവരുന്ന ലോറികൾ, ടോറസൊക്കെ അല്ലേ ഇതിലെ വലിയ വാഹനങ്ങളാണ് ഓടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ബൈക്കുകാർ എത്ര പേര് എത്ര പേരെ നമ്മൾ ഇവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടുണ്ട് ബൈക്കിൽ വീണേ. അവർ ആവശ്യത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും ഇതുപോലെ ഈ ചെടി വെള്ളത്തിലൊക്കെ വീഴുന്നത്. ഭയങ്കര മോശം. പക്ഷേ ഇത് ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അധികാരികളെ അറിയിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും നടപടികൾ എടുത്തായിരുന്നു? അധികാരികളുടെ ഇതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇല്ല. പോസ്റ്റർ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്. പോസ്റ്ററിലൊക്കെ എഴുതി വെക്കും, അതൊക്കെ ഉള്ളൂ. ആരും ഇതിനായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു വേദനാജനകമാണ്. ഇവിടെ അടുത്തുള്ളവരാണേലും ഇതിന് മുമ്പിട്ടിറങ്ങണം. അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്കിപ്പോൾ ഈ പറഞ്ഞേക്കുന്നില്ല, എനിക്കും പറയാനില്ല. ഞങ്ങൾ ഈ പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. ചേട്ടന് എന്താണ് പരിപാടി? എനിക്ക് ഈ ചക്കയുടെ പരിപാടിയാണ്. ചക്കയുടെ അതുപോലെ മറ്റുള്ള ഇങ്ങാരോടെ മീനിൻ്റെ പരിപാടി. ഞങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴി അപകടം, ഈ ഇടയാട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൊണ്ടും കൂടിയാണ്. റോഡ്സൊക്കെ വന്ന ഒരു 2 വീലറും വന്ന യാത്രക്കാർ സ്ത്രീകളായിട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ത്രീകൾ ചിലപ്പോൾ കുഴിക്കാതെ ആടുമ്പോൾ ചിലപ്പോൾ പുറകിരിക്കുന്ന ആൾ സ്ത്രീയോ പുരുഷനാക്കിയിട്ട് അവർ താഴെ പോയി അപകടങ്ങളുണ്ടാകും. ഏറ്റവും കൂടുതൽ അപകടം 2 വീലറുകാർക്കാണ്. മറ്റേ ഓട്ടോറിക്ഷക്കാർക്ക് അത്രയും വരുന്നില്ല. പിന്നെ നമുക്ക് ഒരുപാട് സമയം നഷ്ടം, വഴി ബ്ലോക്ക്. വേറെ വലിയ വണ്ടി വന്നാൽ വേറൊരു വണ്ടിയുടെ വന്നു കഴിഞ്ഞാൽ പോകാൻ പാടാണ്. അപ്പോൾ അങ്ങനെ ദുർഘടം. ജനങ്ങൾ അധികാരികളെ അറിയിച്ചിട്ടും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു നടപടിയോ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർ ഈ നടപടി എടുക്കട്ടെ എന്ന് പറയാം. അപ്പം നമുക്കതല്ലേ പറയാനുള്ളൂ. ടാറിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും അനാസ്ഥ തന്നെയാണ്. ഇത്രയും വാഹനം കടന്നു പോകുന്ന ഒരു വഴിയാണ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കുഴി കിടക്കുന്നത്, നിങ്ങൾക്ക് തന്നെ കാണാം കുഴി കിടക്കുന്നത്. അത് തന്നെ ഭൂലോക തട്ടിപ്പാണ്. ഇത്രയും ടാക്സും ഇതൊക്കെ പിരിച്ചിട്ട് ശരിക്കും കാണിക്കണത് വലിയ അനാസ്ഥ തന്നെയാണ്. പിന്നെ ഈ ചെയ്യുന്നത്
റീടാറിങ് ചെയ്യണമാണെങ്കിൽ ടാറെന്ന് പറയുന്ന സാധനം ഇല്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 4 മാസത്തിനപ്പുറം ഇവർ ചെയ്യുന്ന ടാറിങ് നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പ്രായോഗികമല്ല, കാരണം അതിൻ്റെ അകത്ത് ഉള്ള വീഴ്ചയാണ്. കാരണം ടാറില്ല, ശരിക്കും മെറ്റിലാണ് കൊണ്ടുവന്നിട്ട് ടാറെന്ന് പറയുന്ന വസ്തു ഇല്ലെന്ന് തന്നെ ശരിക്കും പറയാം. ഒലിച്ചു പോകുന്നു. പിന്നെ ഈ ടാറ് ചെയ്യുന്നതിൻ്റെ ഒരു ഘടനയുടെ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള റോഡ് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു വെള്ളം നിൽക്കാത്ത രീതിയിലാണ് അത് ടാർ ചെയ്യുന്നത്. ഇപ്പം നേരെ തിരിച്ച് സൈഡ് ഉയർന്നിട്ടും സെൻറ്റർ താന്നു. അപ്പോൾ പെയ്യുന്ന പെയ്ത്ത് വെള്ളം അവിടെ നിൽക്കുകയും ഇത് വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഇവിടെ ഇപ്പം ആൾക്കാർക്ക് നടന്നു പോകാനും പറ്റാത്തൊരവസ്ഥയാണ്. ഉണ്ട്. കാരണം സൈഡ് ഇപ്പം എന്തോ അവിടെ പുല്ലൊക്കെ അതിൽ പുല്ല് പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥ നേരത്തെ ഫുള്ള് ടാറാണ് റോഡ്, എന്നിട്ട് ആ പുല്ല് ചെത്തു അവിടെ. അപ്പോൾ അത്രയും ഒരു വലിയ വീഴ്ച തന്നെ. കാരണം ഇത്രയും വാഹനങ്ങൾ 2 ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ ഈ രോഗികൾ ഇതിലേക്കൂടെയൊക്കെ പോകുമ്പോഴും വലിയ ആംബുലൻസൊക്കെ ഒത്തിരി ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് വലിയ ഇതല്ല, ആലപ്പുഴയിൽ നിന്ന് കൂടുതലും ഇതാകുന്നത് ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനാണ്. അത് പോകുന്ന ഒരു പ്രധാന പാതയാണ്. പക്ഷെ അത് കാണിക്കുന്ന വലിയ അനാസ്ഥയും സർക്കാരിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും? ഇവിടെ കഴിഞ്ഞ ദിവസം കണ്ട് യാത്രക്കാരല്ല, ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരെന്തോ പ്രതിഷേധം നടത്തി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ടാണ്, ഒരു ദിവസം തന്നെ ഒരുപാട് അപകടങ്ങൾ, ഇഷ്ടം പോലെ അപകടങ്ങളുണ്ടാകുന്നുണ്ട്. ബൈക്ക് ഇതാകുന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഞാൻ വൈക്കത്തുകാരനാണ്. നമ്മുടെ അടുത്തുള്ള ഒരു വിദ്യാർത്ഥി അടക്കം 3 പേര് ബൈക്കിൽ പോകുമ്പോൾ ഇവിടുന്ന് ബൈക്ക് തെറിച്ച് വീണ്ട ഒരാൾ മരണപ്പെട്ടു. ആണല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശരിക്കും ഈ പറയുന്നതിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്. കാരണം അവർ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. വളരെ മോശം അവസ്ഥ. റോഡിനെ പറ്റി എന്താ പറയേണ്ടത്? നമ്മളെ ഒരു വണ്ടി എടുത്താൽ തന്നെ പോയിട്ട് വന്നിട്ട് വണ്ടി പണിയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങളുടെ കടയാണ് കിടക്കുന്നത്. വണ്ടി മൊത്തം പണിയാണ്. അല്ല, റോഡ് ഭയങ്കര മോശമാണ്. നന്നാക്കണം. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള റോഡ് നന്നാക്കേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. എന്തായാലും ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ ഇതിന് എത്രയോ ഒരു കുറവ് വരുന്നത്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാരുടെ ഒരു ജീവിതം കംഫർട്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. എല്ലാം നമ്മൾ ടാക്സും എല്ലാം ടോളും എല്ലാം അടയ്ക്കുന്നതല്ലേ. അപ്പോൾ ടോള് നമ്മൾ അടയ്ക്കുമ്പോഴത്തേക്കും റോഡ് നന്നാക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടല്ലോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവേണ്ട ഒരു സ്ഥലം തന്നെയല്ലേ? അതെ, പിന്നെ അതിനകത്ത് ഈ കോട്ടയം ചേർത്തല റൂട്ടിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് ഇതാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് നന്നാക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ടൂറിസത്തിന് അപകടമൊന്നും നടക്കുന്നില്ല. അപകടമൊന്നുമില്ല. പക്ഷേ ആൾക്കാരുടെ ജീവിതം ദുരിതമാണ്, അല്ലെങ്കിൽ യാത്ര ദുരിതമാണ്. അല്ലാണ്ട് അപകടമുള്ളൊരു മേഖലയൊന്നും അല്ല ഇത്. കഴിഞ്ഞ നാളുകൾക്കുള്ളിൽ ഇപ്പം ഈ കുഴിയും നിറച്ച് ചവറ് പോലെ കുഴികളാണ് അങ്ങോട്ട് മുഴുവൻ. വണ്ടി പോലും മര്യാദയ്ക്ക് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. വണ്ടിയുടെ അവസ്ഥ, വണ്ടി ഷോക്ക് അബ്സർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ കംപ്ലൈൻറ്റും ഒക്കെ ആവുന്നുണ്ട്. 2 വീലർ പോലും മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ വെട്ടിച്ച് കുഴി കാണുമ്പോൾ വെട്ടിച്ചാണ് പോകുന്നത്. വളരെ മോശമായ ഒരവസ്ഥയാണ് ഇപ്പോൾ റോഡിൻ്റെ. ഇപ്പോൾ 16 വീലൊക്കെ വന്നതുകൊണ്ട് അത് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അനക്കം നമുക്കിവിടെ ഫീൽ ചെയ്യും. ശരിക്കും ആ നമ്മളെ വണ്ടി പോകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം, ഇവിടെ ഒരു വൈബ്രേഷനുണ്ട്. ആ വലിയ വണ്ടികളും ഇതിനകത്തൊരു പ്രശ്നം തന്നെയാണ്. വലിയ റോഡുകൾ, ടോറസുകൾ 16 വീലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതിനാണ് കൂടുതൽ അടികൾ വരുന്നത്. അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത്. റോഡിൻ്റെ ഈ അവസ്ഥ മോശമാണ്, അതും ഒരു കാരണമാണ്. പിന്നെ ടാറിങ് മോശമാണ്. ടാറിങ്ങിൽ പെർഫെക്ഷൻ അല്ല, വളരെ മോശമായ ടാറിങ്ങാണ് നടന്നേക്കുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്കത്രയും അതാ പറയാനുള്ളത്. വേറെ ആംബുലൻസുകളൊക്കെ കടന്നു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ കോട്ടയം മെഡിക്കൽ കോളേജ് യാത്ര? ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസ് യാത്ര ഭയങ്കര പേഷ്യൻസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുഴി മുഴുവൻ ചാടി അതുങ്ങളൊരു പരുവാകും. ഇതിപ്പോൾ ടാറിങ്ങിൻ്റെ മോശവും പിന്നെ വലിയ വണ്ടികൾ 16 വീല് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ റോഡിന് ഇത്രയും ഇത് വരുന്നത്. കൈവരി എല്ലാം പോയി കിടക്കും. മിക്ക സ്ഥലങ്ങളിലും കൈവരി പോയി കിടക്കുക, പൊട്ടിക്കീറി നിൽക്കുകയാണ്. ഇപ്പോൾ വർക്കും ശരിയല്ല. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാര പരിധിയിലാണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്നത്? ഇത് ഇറിഗേഷൻ്റെ സെക്ഷനിലാണ് ഇത് നിൽക്കുന്നത്. അവർ കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് ഇറിഗേഷൻ്റെ സെക്ഷനാണിത്. ഇത് പിന്നെ റോഡ് PWD അല്ലേ. ഇപ്പോഴത്തെ റോഡ് അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ഭാഗമാണ് പുതിയ പാലത്തിൻ്റെ വർക്കുകൾ മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ പോയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഷട്ടറുകളൊക്കെ എന്തോ കംപ്ലൈൻറ്റുകളുണ്ട്.
അത് നമുക്ക് അറിയില്ല. ഓരോ ഷട്ടറുകളും കംപ്ലൈൻറ്റിലാണത്. ഞാൻ നമ്മുടെ CSI കോളേജ് കോട്ടയം കാണാക്കാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ വൈഫാണിത്. ഞങ്ങൾ ഡെയിലി അപ്പോൾ ഈ തണ്ണീർമുക്കം വണ്ടി കൂടെ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബസ് വന്നിട്ട് അവിടെ നിർത്തി ഒരു കട്ടർ ഉണ്ടെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ വരുന്ന ഒരു 10-50 വണ്ടി കാണാൻ രാവിലെ മോർണിംഗ് നല്ല റഷായിരിക്കും. അപ്പോൾ ആ വണ്ടി അവിടെ അത്രയും നിന്ന് അനങ്ങിയേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പം രണ്ടാമത്തെ കംപ്ലൈൻറ്റാണ് വണ്ടിക്ക്, സസ്പെൻഷനും ടയറും തമ്മിൽ രണ്ടാമത്തെ കംപ്ലൈൻറ്റാണ് ഫേസ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ലോറി ഒരു ടിപ്പറൊക്കെ ഡെയിലി ഒരു 1.5 കഴിഞ്ഞാൽ ഭയങ്കര റഷാണ് ഇതിൽ, ഭയങ്കര റഷ്. അപ്പോൾ നമുക്ക് വണ്ടി അത്രയും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുമല്ലോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇത്രയും കട്ടറാകുന്നതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇപ്പോൾ 2 മാസമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പം മഴ സമയമായപ്പോഴാണ് ഇത്രയും കട്ടർ കൂടിയത്. ഈ മഴക്കാലം ആകുമ്പോഴാണ് ഇതിൻ്റെ അപകട സാധ്യത കൂടുന്നത്. അതെ തീർച്ചയായും മഴക്കാലം ആകുമ്പോഴാണ്. മാത്രമല്ല ഈ സൈഡിൽ കൂടെ, റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ ഈ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതായത് റോഡിൽ ഇറങ്ങി അവർ നടക്കുന്നത്, അവർക്കപ്പോൾ ആ സൈഡിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമുക്ക് വണ്ടി സൈഡിലൂടെ എടുക്കാനും പറ്റില്ല. മാത്രമല്ല ഈ ലോറിയും ബസ്സും, മാത്രമല്ല പ്രൈവറ്റ് ബസ് ഭയങ്കര പ്രശ്നം കേട്ടോ ഇതിലെ. നമ്മളൊരു കട്ടർ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് എടുക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ പിറവിൽ നിന്ന് ഹോൺ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോൺ അടിച്ച് സൈഡിലൂടെ കയറ്റി അവർ ഫ്രണ്ടിൽ എന്നാൽ ചവിട്ടി ഇടും കട്ടറുള്ളത് കൊണ്ട്. നമ്മൾ അത്രയും അങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് നമ്മൾ. ഈ വലിയ വാഹനങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രശ്നമല്ലേ? അതെ വലിയ വാഹനങ്ങളാണ് പ്രശ്നം. അതിപ്പോൾ ഈ 2 വീലർ യാത്രക്കാർക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഈ കട്ടർ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നു നിൽക്കുന്നു. 2 വീലർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ചേരെ പോകുമ്പോഴേ ഈ 2 വീലർ നമ്മുടെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഫ്രണ്ട് കാണാൻ പറ്റില്ല. ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴാണ് അന്നേരമാണ് അവർ കട്ടർ കാണുന്നത്. ഞാൻ 2 സ്ത്രീകൾ, ഞാൻ ഡെയിലി പോകുന്നുണ്ട്, 2 സ്ത്രീകൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി തള്ളിക്കൊണ്ട് കൊണ്ടുവരിക. കാര്യം അവർക്ക് നല്ല ബുദ്ധിമുട്ട് അത്രയും കട്ടർ ആവുന്നതുകൊണ്ട്. എന്തായാലും അധികാരികൾ ഇതുവരെ അതിനൊരു തീർച്ചയായിട്ടും ഒരു വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള. അല്ല, അധികാരികൾ നമ്മളിങ്ങനെ 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്ത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, വേറൊരു 3ാമതൊരു പാർട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ മാറുന്നതല്ലാതെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു സർക്കാരല്ല. 2 കൂട്ടരും, LDF ആയാലും കോൺഗ്രസ് ആയാലും നമ്മുടെ ആവശ്യങ്ങൾ ആരും കണ്ടറിയില്ല. അവർക്കിപ്പം 2 വർഷം ഇലക്ഷൻ നടത്തി, ജാഥ നടത്തി, പ്രചരണം നടത്തി. 2 ദിവസം കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ ഭരണം മറ്റു കാര്യങ്ങളെന്നും പറഞ്ഞ് അവർ മുങ്ങുക. അപ്പം നമ്മളിപ്പോൾ അനുഭവിക്കാൻ വിധിച്ചവരാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പുതിയ വണ്ടി എടുത്തിട്ട് ഇപ്പം വണ്ടിക്ക് നല്ല പണിയായിരിക്കുക ഈ കട്ടർ ഡെയിലി പോകുന്നതുകൊണ്ട്. അതാണിപ്പോൾ നമ്മൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ.